പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരമ്മയുടെ നെഞ്ചു നീറുന്ന പ്രാർത്ഥനയുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചമായിട്ട്. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണ്. മുറിവേറ്റ തൻ്റെ മകനെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചെന്ന് കിടത്തി അവനെ ഉയർപ്പിലേക്ക്, ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക്, ആ ചൂടിലേക്ക് കൊണ്ടുപോയൊരമ്മയുടെ കണ്ണുനീരിൻ്റെ സംരക്ഷണമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കെന്ന് ഓർമ്മപ്പെടുത്തി തരുന്നൊരു തിരുനാള്. തൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന അമ്മയുടെ വലിയ കരുതലുണ്ടല്ലോ. എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ആ കുഞ്ഞു മേരിയെ ഒന്ന് കാണണം. അവിടെ കാണാൻ പറ്റും എത്രമാത്രം ആ കൂടെയുള്ളവരെ ഈ അമ്മ കരുതുന്നുണ്ടെന്ന്. ലൂർദിലും ഫാത്തിമായിലും ഒക്കെ നമ്മൾ കാണുന്ന സ്വർഗം വിട്ടിറങ്ങി വന്ന് തൻ്റെ മക്കളോടൊത്ത് അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് അവരെ രക്ഷിക്കാനായി നിൽക്കുന്ന അമ്മയുടെ ഒരു ആകുലതയുണ്ടല്ലോ. അതേ കരുതല് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണും. ഈ അമ്മയുടെ ഹൃദയം മുഴുവൻ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ അമ്മയുടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥമാണ്. അങ്ങനെ ഒരു അമ്മയുടെ സംരക്ഷണ കവചത്തിന് കീഴിലായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങള് ഒരിക്കലും തകർന്നു പോവില്ലാന്നേ. വിശ്വാസത്തോടെ ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെക്കാണ്. എലിസബത്തിൻ്റെ അടുത്തേക്ക് ഈ അമ്മ ഓടി ചെല്ലുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അപമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തില് ഗർഭിണിയായതിൻ്റെ ഒരു പ്രയാസം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന് അറിയാം ഇത് കർത്താവ് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണെന്ന്. പക്ഷേ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവണില്ല. അതുകൊണ്ട് തന്നെ പുറമേക്ക് പോകാനായിട്ടോ ഒരാളുമായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ടോ പറ്റാതിരിക്കുന്ന നേരത്താണ് പരിശുദ്ധ മാതാവ് ഉള്ളിൽ ഉണ്ണീശോയെയും കൊണ്ട് ദൈവസാന്നിധ്യവുമായി ദിവ്യസക്രാരി എന്ന കണക്ക് ഈ എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണത്. പെട്ടെന്ന് പിടികിട്ടും. ഇങ്ങനെ കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. എലിസബത്തിനെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് പരിശുദ്ധ അമ്മ ആ മേരി എന്ന് പറയുന്ന പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് ആർക്ക് പിടികിട്ടാനാണ്? എലിസബത്തിനെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഓടിച്ചെന്ന ഒരാളുടെ ഒറ്റപ്പെടലുകളിലേക്ക് അമ്മ നിൽക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ആരൊക്കെ സങ്കടപ്പെട്ട് കിടക്കണോ, ആരൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നോ, ആർക്കൊക്കെ പ്രയാസങ്ങളുണ്ടോ, നമ്മുടെ അമ്മമാരെയൊക്കെ തന്നെ ഉദ്ദേശിക്കണേ. പിന്നെ പ്രായമായിട്ട് കിടക്കപ്പോ രോഗികളായിട്ടുള്ള എല്ലാവരെയൊക്കെ തന്നെ ഉദ്ദേശിക്കണേ. ഈ അമ്മയുടെ വലിയ തണലിലാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. ആ ഒരു ബലം കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ അമ്മ തൻ്റെ ഹൃദയത്തിൽ കരുതുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കാനായ. ഈ നാടിൻ്റെ മുൻപിൽ മുഴുവൻ അപമാനഭാരത്തോടുകൂടെ തലകുനിച്ച് നിൽക്കേണ്ടിയിരുന്ന ഒരു കുടുംബം എന്തൊരു അഭിമാനത്തോടുകൂടി ഇത്രയും നല്ലൊരു വീഞ്ഞ് അവിടെ ആരും വിളമ്പിയിട്ടില്ല എന്നുള്ളത്. അതിന് മധ്യസ്ഥം വഹിച്ചത് പരിശുദ്ധ മാതാവാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ അമ്മ തൻ്റെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, തൻ്റെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭാരമുണ്ട്. ആ ഭാരം പതിയെ പ്രാർത്ഥനയുടെ കരുത്തായി നമുക്ക് തിരിച്ചു തരുന്നുണ്ട് ഈ അമ്മ. ശരിക്കും ഈ അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് കീഴിൽ നമ്മളെ ആരെയും വിട്ടുകളയുന്നില്ല. അമ്മ എല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു എന്ന് പറയണേ. ഈ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഉണ്ട്. ഈ ഹൃദയത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ള നിന്ദാപമാനങ്ങളുണ്ട്. ഈ ഹൃദയത്തിൽ നമ്മൾ അവഗണിച്ച് കളഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാതിരിക്കുകയും ഈശോയിൽ നിന്ന് അകന്നു പോയ എല്ലാ കാര്യങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് പെന്തക്കോസ്തായിൽ ഈശോയുടെ ശിഷ്യന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തി സ്വർഗത്തിൻ്റെ വരദാനം വാങ്ങിച്ചു കൊടുത്തതുപോലുള്ള ഒരു അനുഭവം നമുക്ക് കുടുംബങ്ങളിൽ കിട്ടും. സ്വന്തം മകനെ വിട്ടുപേക്ഷിച്ചു പോയവരാ, തള്ളിപ്പറഞ്ഞവനാ. എന്നിട്ട് അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുത്തി അമ്മ പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് ഒപ്പം നിന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഇതേ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ പലരുടെയും കുടുംബങ്ങളെ നിലനിർത്തുന്നത്. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഒരു പരാതിയും കൂടാതെ എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ മനസ്സിൽ സംഗ്രഹിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് മകനെ പോലും വിട്ടുതരാനുള്ള സ്നേഹത്തോടുകൂടെ നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ കരുതലാണെന്നറിയണം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മ വഴിയായി ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ലഭിക്കാവുന്ന അനുഗ്രഹം അമ്മ വഴിയായിട്ട് ലഭിക്കാനാണ് ഏറ്റവും എളുപ്പമെന്നറിയണം.
ഈ പരിശുദ്ധ മാതാവിലൂടെ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, നമ്മയുടെ നീലക്കാപ്പയിൻ കീഴിൽ പൊതിഞ്ഞു പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ, നമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ചേർത്ത് വെച്ച് കരുതണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ അമ്മ വഴിയായി ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഒരു ദിവസം പോലും ജപമാല മുടക്കില്ല എന്നുള്ളൊരൊറ്റ ഉറപ്പ് മാത്രം മതി നിങ്ങളുടെ കുടുംബം എല്ലാ കാലത്തും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ. കാരണം എനിക്ക് വേണ്ടി സ്നേഹപൂർവം കരുതലോടുകൂടെ കാത്തിരിക്കുന്ന ഒരു അമ്മയോടൊപ്പം ഇരുന്നുള്ള പ്രാർത്ഥനയാണ് ആ ജപമാല. അത് ചൊല്ലുന്നവരൊരിക്കലും തോറ്റുപോവില്ല. അത് ചൊല്ലുന്ന കുടുംബങ്ങളിൽ ഒരിക്കലും സാത്താന് പ്രവേശനവും ഉണ്ടാവില്ല. അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കാനായി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.